ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ ചാനലിൽ കാണാൻ പോകുന്നത് ലീഗലി റൊമാൻസ് എന്ന ഡ്രാമയുടെ 13ാമത്തെ എപ്പിസോഡാണ്. ലിയുവിൻ്റെ പെൻഡൻറ്റ് മോഷ്ടിച്ചത് ഷാൻവേ ആണെന്നുള്ള രീതിയിലുള്ള റൂമേഴ്സ് പരക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. അപ്പോൾ അവളെ വിശ്വസിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ട് കുറച്ച് കുട്ടികളൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് കണ്ട് സന്തോഷിച്ച് നിൽക്കുകയാണ് ഷാൻവേ. ഇൻ്റർനെറ്റിൽ പടരുന്ന അവൾക്കെതിരെയുള്ള തെറ്റിദ്ധാരണ മാറ്റാനും റൂമേഴ്സ് തടയാനും അതിൻ്റെ പിന്നിൽ ആരാന്ന് കണ്ടുപിടിക്കാനും അവരെല്ലാവരും കൂടി ഒരു ടീമായിട്ട് തന്നെ നിന്ന് പ്രവർത്തിക്കുകയാണ്. ആ സമയത്ത് ശേഷൻ ഡിബേറ്റുമായി ബന്ധപ്പെട്ട് ഓഫീസ് റൂമിലേക്ക് വരുമ്പോൾ പ്രൊഫസർ വന്ന് ഷാൻവയുടെ കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കോളേജിലെ ചില കുട്ടികൾ നോട്ടീസ് ഒട്ടിക്കുന്നതായിട്ട് ആരോ ആ മിസ്സിനെ ഫോണിൽ വിളിച്ചറിയിക്കും. ഇത് കേട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, വേഗം പൊക്കോളാൻ പറഞ്ഞ് ശേഷിനെ അവിടെ നിന്ന് വിട്ടിട്ട് പ്രൊഫസർ ആ മേഡത്തിനെ ഓഫീസിലിട്ട് പൂട്ടും. തുറക്കാൻ അവർ പറയുമ്പോൾ അയ്യോ മേഡം ഇതിനകത്തുണ്ടായിരുന്നോ, ഞാൻ ആരില്ലാന്ന് കരുതിയെന്നും പറഞ്ഞ് താക്കോല് കാണുന്നില്ല, ഇപ്പം ഞാൻ എടുത്തതാണല്ലോ, ഒരു മിനിറ്റ് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ശേഷിന് ആ മേഡം വരുന്ന കാര്യം മറ്റുള്ളവരെ അറിയിക്കാനുള്ള ടൈം കൊടുക്കുകയാണ് പ്രൊഫസർ. ശേഷൻ പോകുന്ന വഴിക്ക് തന്നെ ഇതൊക്കെ അവരെ വിളിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവരും ഒട്ടിക്കുന്നതൊക്കെ നിർത്തി അവിടെ നിന്ന് പോവും. പക്ഷേ ഷാൻവേനെ കാത്ത് ലൂഷ്യൻ ടോയ്ലറ്റിൻ്റെ പുറത്ത് നിൽക്കുമായിരിക്കും. അവിടേക്ക് ശേഷൻ വരുമ്പോഴേക്കും മാഡം എത്താറായിട്ടുണ്ടാവും. വേറൊരു സ്ഥലത്തേക്കും പോകാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ലേഡീസ് ടോയ്ലറ്റിൻ്റെ ഉള്ളിലേക്ക് അവരെ രണ്ടാളെയും ഒളിപ്പിച്ചിട്ട് മാഡം വരുമ്പോൾ ശേഷൻ ഓരോന്നൊക്കെ പറഞ്ഞ് മാഡത്തിനെ ഒഴിവാക്കി വിടും. പിന്നീട് അവർ തിരിച്ചിറങ്ങുമ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഷാൻവേക്ക് ഇട്ട് പണിഞ്ഞവർക്ക് നന്നായിട്ട് അറിയാം. നമ്മളുള്ള ലൊക്കേഷൻ വരെ ഈ കറക്റ്റ് ടൈമിൽ മാഡത്തിനോട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവർ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയുള്ള ആളായിരിക്കണം എന്ന് ലൂഷ്യൻ പറയും. ഇത് കേട്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് ആളെ അറിയാമെന്ന് പറയുകയാണ് ശീശിൻ. അവൾ പറയാൻ തുടങ്ങുമ്പോഴേക്കും ഷാൻവേയെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് വിളിക്കും. മറ്റേ ഹോട്ടലിൽ ഒരു ഇൻവെസ്റ്ററായിട്ടുണ്ടായ വിഷയത്തിൽ അയാളെ കൊണ്ട് ഷാൻവേയുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് യൂട്ടിയാനാണെന്ന് അവർ പോലീസിൽ നിന്ന് അപ്പം അറിയാണ്. ഇത് ലൂഷ്യനോട് പറയുമ്പോൾ ലിയും ശീശനും കൂടി IP അഡ്രസ്സ് വെച്ചിട്ട് റൂമർ സ്പ്രെഡ് ചെയ്ത ആളെ കണ്ടുപിടിച്ചു, അത് യൂട്ടിയാനാണെന്ന് ലൂഷ്യൻ അവളോട് പറയും. ഇത് കേട്ട് അവർക്ക് എന്താ എന്നോട് ഇത്ര ദേഷ്യം, ഞാൻ അവരോടൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഇനി വല്ല റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണോ എന്ന് ചിന്തിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ലൂഷ്യൻ ആകെ ആശ്ചര്യപ്പെട്ട് ഇതിൻ്റെ അർത്ഥം അവർക്ക് എന്നെ ഇഷ്ടമാണെന്നാണോ, അപ്പം ഞാൻ തന്നെ സ്നേഹിക്കുന്നതിൻ്റെ അസൂയായിരിക്കും അവർക്ക് എന്നൊക്കെ നിർത്താതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കയറി യൂട്ടിയാനും ചോങ്ങും തമ്മിലുള്ള ചില ഇൻറ്ററാക്ഷൻസ് ഒക്കെ ഓർത്തിട്ട് ഇതൊക്കെ ചോങ്ങിന് വേണ്ടിയിട്ടാണ് അവൾ ചെയ്യുന്നതെന്ന് ഷാൻവേ പറയും. അതിനുശേഷം ഷാൻവേ യൂട്ടിയാനെ വിളിച്ച് അവൾ ചെയ്ത കാര്യങ്ങൾക്കുള്ള തെളിവൊക്കെ കാണിച്ചു കൊടുക്കും. അപ്പോൾ താൻ അയാൾക്ക് കോണ്ടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തത് തനിക്ക് ഇൻവെസ്റ്റർ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്, അല്ലാതെ തന്നെ ഉപദ്രവിക്കാനൊന്നും ഞാൻ അയാളോട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ സ്വയം ന്യായീകരിക്കും. ഷാൻവേ ചെന്നപ്പോൾ അവളുടെ അടുത്തിരുന്ന് ചോങ് നിൻ്റെ സ്നേഹം നിഷേധിച്ചതുകൊണ്ടാണ് നീ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നും നിൻ്റെ കൈൻഡ്നെസ്സും ഡിഗ്നിറ്റിയും ഒക്കെ ഉപേക്ഷിക്കുന്നത് നിന്നെ സ്നേഹിക്കുക പോലും ചെയ്യാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചോങ് അങ്ങോട്ടേക്ക് വരും. പക്ഷേ അവൻ അവർ പറയുന്നതൊക്കെ കേട്ടിട്ട് അകത്ത് കയറാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ കുറേ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ട് അവസാനം അവളുടെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാനും റൂമർ നിരസിച്ച് ഔദ്യോഗികമായിട്ട് ക്ഷമാപണം പോസ്റ്റ് ചെയ്യാനും ഇല്ലെങ്കിൽ അവൾക്കെതിരെ താൻ റിപ്പോർട്ട് ചെയ്യുമെന്നും പിന്നീട് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് അവൾക്ക് ഒരു ലോ ഫേമിലും ജോലിക്ക് പോകാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഈ വക കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാതെ പഠിക്കാൻ നോക്ക്, അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ ഒന്നും ആവാൻ കഴിയാതെ ആരും കൂടെ ഇല്ലാതെ വിഷമിക്കേണ്ടി വരും എന്നൊക്കെ അവൾ ഉപദേശിക്കും. പക്ഷേ ആര് കേൾക്കാൻ, ഷാൻവേക്ക് അവളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ധൈര്യമായിരിക്കും അവൾക്ക്. കാരണം അവളുടെ ഓൺലൈൻ അക്കൗണ്ടൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും. പണ്ടൊക്കെ ഓൺലൈൻ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്താൽ അത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ അന്നത്തെ കാലത്ത് ഒരു ഓൺലൈൻ പോസ്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടുകളോ ഒന്നും എവിഡൻസ് ആയിട്ട് കൂട്ടാത്തതുകൊണ്ട് യൂട്ടിയാനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അവൾ ധൈര്യത്തിൽ പറയുന്നത് കേട്ട് ഇതുവരെ എല്ലാം കേട്ട് നിന്ന് ചോങ് അപ്പം അവളോട് ദയ കാണിക്കരുത് എന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് വരും. എന്നിട്ട് യൂട്ടിയാനോട് ഇത്തവണ നീ ഒരുപാട് അതിരുവിട്ടു, ഞാൻ ഈ എവിഡൻസൊക്കെ പോസ്റ്റ് ചെയ്താൽ മാത്രം മതിയാവും ഷാൻവേയുടെ നിരപരാധിത്വം പ്രൂവ് ചെയ്യാനായിട്ട്, കൂടാതെ നീ തന്ന ലവ് ലെറ്റേഴ്സും മതിയായ തെളിവാണ്, എന്നാലേ ഇന്ന് ഷാൻവേ അനുഭവിക്കുന്ന നാണക്കേട് എന്താണെന്ന് നിനക്ക് മനസ്സിലാവുള്ളൂ എന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് നാളെ നീ നിൻ്റെ ക്ഷമാപണം പോസ്റ്റ് ചെയ്ത് ഡിബേറ്റ് ടീമിൽ നിന്ന് പിന്മാറിയിരിക്കണം എന്ന് പറയും. യൂട്ടിയാൻ, നീ അപ്പോൾ ഈ ഷാൻവേക്ക് വേണ്ടിയിട്ടാണ് എന്നോട് ഇതൊക്കെ ചെയ്യുന്നത്, ഈ ഷാൻവേ വെറും സെൽഫിഷാണ്, അവൾ നിന്നെ യൂസ് ചെയ്യാണെന്നൊക്കെ അവനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾക്ക് സ്വയം ഇതൊക്കെ നേടാനുള്ള ടാലൻ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ വാക്ക് തള്ളിക്കളയുമ്പോൾ ഷാൻവേയെ തുറച്ചു നോക്കിയിട്ട് അവൾ അവിടെ നിന്ന് പോകും.
അവൾ പോയതിന് ശേഷം അവൻ ഷാൻവേയിനോട്, നീ എന്നെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും എൻ്റെ അംബിഷൻസ് എന്താണെന്ന് നിനക്കറിയാം. എനിക്ക് മദ്യം കഴിച്ചാൽ സ്റ്റൊമക്ക് പെയിൻ ഉണ്ടാവുമെന്നും അത് മാറാനായി ഞാൻ കുടിക്കുന്ന സൂപ്പ് ഏതാണെന്നറിയാം. എൻ്റെ കണ്ണടയുടെ പവർ വരെ നിനക്കറിയാം. ഇതൊന്നും ഒരിക്കലും ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ നിനക്കിതൊക്കെ അറിയാമെന്നും ചോദിച്ചുകൊണ്ട് ഇതൊക്കെ അറിയാൻ നിർബന്ധം പിടിക്കുകയാണ്. അന്നേരം അവൾക്ക് 28 വയസ്സുണ്ടെന്നും അവൾ ടൈം ട്രാവൽ ചെയ്ത് വന്ന കാര്യമൊക്കെ ഡീറ്റെയിൽ ആയി അവനോട് പറയും. ആദ്യം അവൻ അതൊന്നും വിശ്വസിക്കുന്നില്ല. നമ്മൾ റിലേഷനിലായിരുന്നപ്പോൾ നമ്മുടെ ഇടയിൽ തുടക്കം മുതലേ ഒന്നും നല്ലതായിരുന്നില്ല എന്നും ഇനിയും താൻ തൻ്റെ തെറ്റുകളൊന്നും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ്, നീ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഈ ബോർഡിൽ പണ്ട് നീ എഴുതി വെച്ചൊരു നോട്ട് ഉണ്ടായിരുന്നു, അത് നോക്കൂന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുമ്പോൾ ഷാൻവൈ പണ്ട് പല പ്രാവശ്യം അവൾ പണ്ട് അവനെ സ്നേഹിച്ചിരുന്നു എന്നും അതിൻ്റെ പേരിൽ അവൾ ഒരുപാട് വിഷമിക്കേണ്ടി വന്നെന്നൊക്കെ പറഞ്ഞതൊക്കെ അവൻ ഓർത്തിട്ട് അവൻ വിഷമിക്കുകയും ആ ബോർഡിൽ ചെന്ന് ആ നോട്ട് അവിടെ കാണുമ്പോൾ അവിടെ തല വെച്ച് കരയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ലൂഷനെ ചീസിനെയാണ്. അവർ ഷാൻവയുടെ കാര്യമാണ് സംസാരിച്ചുകൊണ്ട് വരുന്നത്. യൂട്ടിയാൻ ഔദ്യോഗികമായി ക്ഷമാപണം പോസ്റ്റ് ചെയ്തെങ്കിലും അതൊന്നും റൂമർ സ്പ്രെഡ് ചെയ്തതുപോലെ ആരും ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല. സോ അതവൾക്ക് ഓണർ ഓഫ് സ്റ്റുഡൻറ്റിൻ്റെ അവാർഡിനെ ബാധിക്കുമെന്നൊക്കെ അവർ സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ ശീശിൻ തനിക്ക് ഒന്നും നേരിടാനുള്ള ധൈര്യം പണ്ട് ഉണ്ടായിരുന്നില്ല എന്നും ഇന്ന് തന്നെ സംരക്ഷിക്കാനായി ഷാൻവേ ഇതൊക്കെ ധൈര്യത്തോടെ നേരിടുന്നത് കണ്ട് ഞാനിപ്പോൾ സ്ട്രോങ് ആണെന്നും എനിക്ക് എന്തും ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടെന്നൊക്കെ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ലൂഷൻ ഒരു പെൻഡ്രൈവ് എടുത്തു കൊടുക്കും. പിന്നീട് ഫെസ്റ്റിവലിൽ വെച്ച് ലൂഷൻ ലോ ഓഫ് പ്രസിഡൻറ്റ് എന്ന നിലയിൽ സംസാരിച്ചിട്ട് ഷാൻവയുടെ സംഭവം എടുത്തിടും. അപ്പോൾ ശീശിനും സ്റ്റേജിലേക്ക് കയറി വന്നിട്ട് അവളെ പറ്റിയും അവളുടെ അച്ഛനെ പറ്റിയും അവരുടെ ജീവിത സാഹചര്യങ്ങളെ പറ്റിയൊക്കെ ഉള്ള എല്ലാ സത്യങ്ങളും പറഞ്ഞിട്ട് കോളേജിൻ്റെ മുഴുവൻ മുന്നിൽ വെച്ച് അന്ന് അവളുടെ കസിനാണ് കുറ്റം ചെയ്തതെന്നുള്ളതിൻ്റെ വീഡിയോ അടക്കം എല്ലാവരെയും കാണിച്ചു കൊടുത്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്തും. മാത്രമല്ല തനിക്ക് വേണ്ടിയാണ് ഷാൻവേ ഇതൊക്കെ നേരിടേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞ് സോറി പറയാണ് അവിടെ വെച്ച്. പിന്നീട് വരുന്ന ലൂഷൻ താൻ ഇതുവരെ ഒരു ജഡ്ജ് ആവാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഇന്ന് നിയമം കൈകാര്യം ചെയ്യുന്ന ഒരു ലോയർ ആവാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും നിയമത്തിൻ്റെ വഴിയിലൂടെ താൻ എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഷാൻവേയിനോട് അവൻ താങ്ക്സ് പറയുമ്പോൾ എല്ലാവരും അതിനെ ക്ലാപ്പ് ചെയ്ത് അപ്രിഷ്യേറ്റ് ചെയ്യാണ്. പക്ഷേ ഒരു സാറ് മാത്രം അത്ര ഹാപ്പി ഒന്നല്ല. പിന്നീട് ആ സാറ് അവനെ ജഡ്ജ് ആവുന്നതാണ് നല്ലതെന്നും പറഞ്ഞ് കമ്പൽ ചെയ്യുമ്പോൾ ജഡ്ജിന് വേറെ ചോയ്സ് ഒന്നുമില്ല. പക്ഷേ ഒരു ലോയറിന് ഏത് കേസ് വാദിക്കണമെന്നും ആരുടെ പക്ഷം നിൽക്കണമെന്നും തീരുമാനിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്നൊക്കെ ലൂഷൻ പറയുന്നത് കേട്ട് ഇത് നിനക്ക് പെട്ടെന്ന് അവളോടുള്ള സ്നേഹം കൊണ്ട് തോന്നിയതാണെന്നും നീ പിന്നീട് ഇതോർത്ത് ദുഃഖിക്കേണ്ടി വരും, ഒരു ലോയർ ആയാലുള്ള ബുദ്ധിമുട്ട് എന്താണെന്നൊക്കെ ആ സാറ് അവന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ ലവും ജോബൊക്കെ ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ തീരുമാനത്തിൽ തന്നെ അവൻ ഉറച്ചു നിൽക്കും. അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഷാൻവേയ്ക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത് പണ്ട് ജഡ്ജ് ആവാൻ ആഗ്രഹിച്ചിരുന്ന ലൂഷൻ ലോയർ ആയത് അവൾ അന്ന് നേരിടേണ്ടി വന്ന ആ ഇൻസിഡൻറ്റ് കൊണ്ടായിരുന്നു എന്ന്. അന്ന് അവളുമായി റിലേഷനിലല്ലായിരുന്നത് കൊണ്ട് അവൻ അത് ആരോടും ഇതുപോലെ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവനങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ സന്തോഷം കൊണ്ട് അവൻ്റെ കവളത്ത് പിടിച്ച് കിസ് ചെയ്യുന്നത് പോലെ ആക്ഷൻ കാണിക്കുകയാണ് ഷാൻവേ. ഇവിടെ ലിയോന് ലോ പഠിക്കാനായിട്ട് ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അവളുടെ അച്ഛൻ്റെ നിർബന്ധം കൊണ്ടാണ് അവൾ ലോ പഠിക്കാൻ ചേർന്നത്. ഇപ്പോൾ അവൾക്ക് പാട്ടിൽ തൻ്റെ കഴിവ് തെളിയിച്ചത് കൊണ്ട് അവൾക്ക് മ്യൂസിക്കിൽ മേജർ ചെയ്യാനുള്ള അവസരം കിട്ടുകയാണ്. ഇപ്പോൾ അവൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവളെ പ്രോത്സാഹിപ്പിക്കാനും കൂട്ടുകൂടാനും വഴക്കിടാനും ഒക്കെ നിഴൽ പോലെ നമ്മുടെ ചുവാനുണ്ട്. മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ അവളൊരു പാർട്ട് ടൈം ജോബിനായിട്ട് ബാറിൽ പാടുന്നുമുണ്ട്. അവൾ എവിടെ പോയാലും അവളുടെ കൂടെ നിഴൽ പോലെ നടക്കുന്ന ചുവാനെ ആ സമയത്ത് ബാറിൽ വെച്ച് ഫ്രണ്ട്സ് കളിയാക്കുന്നുണ്ട്. ലിയോ ആ സമയത്ത് അവിടേക്ക് വരുമ്പോൾ ഷാൻവേ ട്രീറ്റ് തരാമെന്ന് പറഞ്ഞതിനെ പറ്റി ചുവാൻ ചോദിക്കും. ശരിക്കും ചുവാൻ്റെയും ഷാൻവേയുടെയും ബർത്ത്ഡേ ഒരു ദിവസമാണ്. പക്ഷേ ചുവാൻ അവൻ്റെ ബർത്ത്ഡേ പോലും ഓർമ്മയുണ്ടാവില്ല. ഷാൻവേയിന് ലൂഷൻ ബർത്ത്ഡേ ട്രീറ്റ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയി എന്ന് ലിയോ പറഞ്ഞിട്ട് ചുവാന് ബർത്ത്ഡേ വിഷ് ചെയ്ത് അവരവിടെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ലൂഷൻ ഷാൻവേയിനെയും കൊണ്ട് അന്ന് പ്രപ്പോസ് ചെയ്യാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുവരികയാണ്. അന്ന് അവളുടെ ബർത്ത്ഡേ മാത്രമല്ല അവൾക്ക് ഓണർ ഓഫ് സ്റ്റുഡൻറ്റ് അവാർഡ് കിട്ടിയ ദിവസമായിരിക്കും. അപ്പോൾ ആ സെറ്റ് ചെയ്ത സ്ഥലത്ത് ബോർഡിലൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ട് അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് ലൂഷൻ. കൂടാതെ ഒരു മാജിക് ക്ലബ്ബ് സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് നിന്ന് പഠിച്ച ഒരു ട്രിക്കൊക്കെ കാണിച്ച് ഒരു ഫെറിസ് വീൽ അവൾക്ക് പ്രസൻ്റ് ആയിട്ട് കൊടുക്കും. അപ്പോൾ ഓണർ ഓഫ് ദ സ്റ്റുഡൻറ്റ് അവാർഡ് തനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്കിപ്പോൾ നീ എന്നും പറഞ്ഞ് അവൾ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ അവന് ചിരിച്ചുകൊണ്ട് വാച്ചിൽ ടൈമൊക്കെ നോക്കി പാതിരാത്രി ആകുമ്പോൾ കറക്റ്റായിട്ട് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാണ്. അങ്ങനെ അവരിവിടെ നിന്ന് പബ്ലിക്കായിട്ട് പിന്നെയും കിസ് ചെയ്യാണ്.
പിന്നീട് ലൂഷ്യൻ അവളെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അവിടെ വെച്ച് അന്ന് അവൾ റിങ് എറിഞ്ഞ് വീഴ്ത്തിയ ആ ഡോഗിനെ കാണും. അവൾ ആദ്യമായിട്ട് അവന് കൊടുത്തതായതുകൊണ്ട് അവൻ അതിനെ വീട്ടിൽ വളർത്തുമായിരിക്കും. മാത്രമല്ല അവന് ഡോഗ് അലർജി ഉള്ളതുകൊണ്ട് മരുന്നും കഴിക്കുന്നുണ്ടാവും. ഇതറിഞ്ഞ് താൻ എത്ര ലക്കിയാ, തൻ്റെ ബോസ് ഇത്ര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു നല്ല ബോയ് ഫ്രണ്ട് ആയിരിക്കും എന്ന് താൻ ഒരിക്കലും കരുതിയില്ല എന്ന് ചിന്തിക്കുകയാണ് ഷാൻവേ. പിന്നീട് അവർ കുറേ വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ ഷെയർ ചെയ്ത് കഴിച്ച് നല്ല റൊമാൻറ്റിക് മൂഡിലാവാണ്. അങ്ങനെ അവരുടെ റൊമാൻറ്റിക് സീൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ലൂഷ്യൻ്റെ പാരൻസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിടേക്ക് കയറി വരും. അവരുടെ കയ്യിൽ എക്സ്ട്രാ കീ ഉണ്ടാവും. ഇവരെ ഒരുമിച്ച് കാണുമ്പോൾ ഷാൻവയ്ക്ക് ആകെ ഒരു ചമ്മലൊക്കെ ഉണ്ടെങ്കിലും അവരതൊന്നും കാര്യമാക്കാതെ അവളോട് ഫ്രീ ആയിട്ട് പെരുമാറുകയാണ്. അവരുടെ പെർഫെക്റ്റ് ജോഡിയാണെന്നൊക്കെ അമ്മ വലിയ സന്തോഷത്തിൽ പറയുമ്പോൾ അച്ഛനും അവൻ ജഡ്ജാവില്ലെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് വിഷമമൊക്കെ തോന്നി. പക്ഷേ അവനൊരു ലോയർ സ്റ്റുഡൻറ്റിനെ തന്നെ ഗേൾ ഫ്രണ്ട് ആക്കിയല്ലോ, ഇപ്പോഴും എനിക്കൊരു സമാധാനമായേ. എൻ്റെ ജഡ്ജി കസേരയ്ക്ക് ഒരു പിൻഗാമീനെ കിട്ടിയെന്നൊക്കെ അച്ഛൻ പറയുമ്പോൾ അമ്മ ഡോക്ടർ ആക്കുമെന്നും പറഞ്ഞ് രണ്ടാളും കൂടി അവരുടെ മുന്നിലിരുന്ന് തർക്കിക്കുന്ന കണ്ട് ലൂഷ്യൻ ആകെ ഇറിറ്റേഷൻ തോന്നുന്നുണ്ടെങ്കിലും ഷാൻവയ്ക്ക് ചിരി വരികയാണ്. അപ്പം മനസ്സിലായോ ഞാൻ സ്കൂൾ ഓഫ് ലോയിൽ സെലക്ട് ചെയ്തത് എന്തിനാന്ന്? ഇങ്ങനെ വായ പൂട്ടാതെ വാദിക്കുന്നവരാണ് എൻ്റെ ഫാമിലി എന്നൊക്കെ അവൻ പറഞ്ഞിട്ട് മതി സമയം വൈകിയെന്ന് അവർ ഓർമ്മിപ്പിക്കും. അപ്പോൾ ശരി എന്നാൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞുകൊണ്ട് പാരൻസ് അവിടെ നിന്ന് പോകുമ്പോൾ ഷാൻവയ്ക്ക് ആകെ ചമ്മലാവാണ്. അപ്പോൾ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് അവളെ പൊക്കിയെടുത്തുകൊണ്ട് പോവാണ് ലൂഷ്യൻ. എന്നിട്ട് വലിയ റൊമാൻറ്റിക്കായി വരുമ്പോൾ ക്ലൈമറ്റ് ശരിയല്ല, പിന്നെ സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞ് ഷാൻവേ അവന് ടാറ്റ കൊടുത്ത് പറഞ്ഞു വിടാൻ നോക്കുകയാണ്. ഞാൻ വേണമെങ്കിൽ ഇവിടെ കിടക്കാമെന്നൊക്കെ അവൻ പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ഒരു നമ്പറും ഷാൻവേയുടെ അടുത്ത് പോവില്ല. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ ചിരിച്ചുകൊണ്ട് അവൻ അവിടെ നിന്ന് പോവും. ഇവിടെ ബാറിൽ പാടുന്ന ലിയുവിനെ ആരൊക്കെ കൂടി പിടിച്ചുകൊണ്ട് പോകാൻ നോക്കുമ്പോൾ ചുവാൻ ഓടി വന്ന് അവരെയൊക്കെ തട്ടി മാറ്റി അവളെയും വിളിച്ചുകൊണ്ട് ഓടി പോവാണ്. ശരിക്കും അത് അവളുടെ അച്ഛൻ്റെ ആളുകളായിരിക്കും. അവൾ മ്യൂസിക്കിലേക്ക് മാറാൻ പോകുന്നതും അവൾ ബാറിൽ പാടാൻ വരുന്നതൊക്കെ അറിഞ്ഞിട്ട് അവളെ നിർബന്ധിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നതായിരിക്കും അവളുടെ അച്ഛൻ. പാവം ചുവാൻ വിചാരിക്കുന്നത് അവൾ ആരോ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുകയാണെന്നാണ്. കാര്യം അറിയുമ്പോൾ നീ ഇത് വീട്ടുകാരോട് സംസാരിക്കാതെ എന്താണെന്ന് അവൻ ചോദിക്കും. അപ്പോൾ അവളും നിനക്ക് ജെയിൻ വീലിൽ കയറാൻ പേടിയുള്ളതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ അച്ഛനോട് സംസാരിക്കാനും പേടിയാണെന്ന് പറയുമ്പോൾ മറുപടിയായിട്ട് നമ്മൾ പേടിച്ചൊഴിഞ്ഞ് മാറല്ല, അതിനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടേന്ന് ചുവാൻ പറയും. അപ്പോൾ ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ ചെയ്യാൻ ഭയങ്കര പാടാണ്. അങ്ങനെയാണെങ്കിൽ നീ ജെയിൻ വീലിൽ കയറി കാണിക്ക്, എന്നാൽ ഞാൻ പോയി എൻ്റെ അച്ഛനോട് സംസാരിക്കാമെന്ന് അവനെ ചലഞ്ച് ചെയ്യാണ് ലിയു. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി എന്തും ചെയ്യുമെന്നും പറഞ്ഞ് ചുവാൻ അവളെ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ കൊണ്ടുപോകും. അവൾക്ക് അവനേക്കാളും വലിയ പേടിയായിരിക്കും അതിൽ കയറാൻ. അവൾ അവിടെ ഒരു തൂണിൽ കെട്ടിപ്പിടിച്ച് നിന്നിട്ട് ഞാൻ വരില്ലേന്നും പറഞ്ഞ് കരയുമ്പോൾ ചുവാൻ അവളെ വലിച്ചുകൊണ്ട് പോകാൻ നോക്കുകയാണ്. ചുവാൻ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് ഷാൻവേനെ പാർക്കിലേക്ക് വിളിച്ചിട്ടുണ്ടാവും. പക്ഷെ വരുന്നത് ലൂഷ്യനായിരിക്കും. അവൾ തിരക്കിലായതുകൊണ്ടായിരിക്കും അവൻ വന്നത്. അന്ന് അവരുടെ ആനിവേഴ്സറി ആണെന്ന് ഷാൻവേ മറന്നു പോയതിൻ്റെ വിഷമത്തിലായിരിക്കും നമ്മുടെ ലൂഷ്യൻ. അവരുടെ പേടിയുടെ കാര്യമൊക്കെ അവനോട് പറയുമ്പോൾ ഈ പെൻഡുലം റൈഡ് ഏകദേശം 10 നില കെട്ടിടത്തിൻ്റെ അത്ര ഉയരത്തിൽ പൊന്തും. മണിക്കൂറിൽ 8 കിലോമീറ്റർ വേഗതയിലൊക്കെ ആയിരിക്കും ഇത് സഞ്ചരിക്കുന്നത്. സേഫ്റ്റി ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നതെങ്കിലും ചിലപ്പോൾ വീഴാൻ സാധ്യതയുണ്ട്. ഇനി എങ്ങാനും വീഴാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, 5-6 സെക്കൻഡ് കൊണ്ട് നമ്മൾ താഴെ എത്തും. പിന്നെ നമ്മുടെ പൊടി പോലും ഉണ്ടാവില്ല എന്നൊക്കെ നോൺ സ്റ്റോപ്പായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധൈര്യം തരാൻ വിളിച്ചിട്ട് ഇപ്പോൾ ഉള്ള ധൈര്യം കൂടി മനുഷ്യൻ്റെ കളയൂലോ എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് തള്ളി പറഞ്ഞു വിടുകയാണ് ചുവാൻ. പിന്നീട് ലിയു സമ്മതിക്കാത്തതുകൊണ്ട് അവളെ കാണിക്കാൻ വലിയ ധൈര്യത്തിൽ ഞാൻ ഇതിൽ ഒറ്റയ്ക്ക് കയറിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ക്യൂവിൽ ചെന്ന് നിന്ന് അമ്മപ്പൊക്കെ ചെയ്യണം അവൻ. അവസാനം ലിയു അവൻ്റെ കൂടെ കൂടും. റൈഡ് കഴിയുമ്പോൾ ലിയുവിൻ്റെ പേടിയൊക്കെ മാറി എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും ചുവാൻ ആകെ പേടിച്ച് അവശതയായിട്ടുണ്ടാവും. ഇവിടെ ലൂഷ്യൻ ഒറ്റയ്ക്ക് ഇരുന്ന് കുട്ടിക്കാലത്ത് പാരൻസ് ഇല്ലാതെ അവൻ പാർക്കിൽ വന്ന് മറ്റുള്ളവർ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യുന്നതൊക്കെ ഓർത്ത് വിഷമിച്ച കാര്യം ഓർത്ത് ഡള്ളായിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ ഒരു ബെയറിൻ്റെ വേഷത്തിൽ ഒരാൾ താൻ ഇവിടുത്തെ സ്റ്റാഫാണെന്നും ഇന്ന് താൻ ഇവിടുത്തെ ലക്കി വിസിറ്റർ ആയതുകൊണ്ട് തന്നെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനായിട്ട് ഈ ഡാൻസിങ് ബെയർ എപ്പോഴും കൂടെ ഉണ്ടാവുന്നൊരു നോട്ട് കൊടുക്കും. ആദ്യം അവൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ലെങ്കിലും ആ ബെയർ അവനെ പിടിച്ച് വലിച്ച് ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നത് കാണുമ്പോൾ അവൻ ഭയങ്കര ഹാപ്പി ആവും. എന്നിട്ട് ആ ബെയറിൻ്റെ തലയെടുത്ത് മാറ്റാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ആ ബെയർ അതിന് സമ്മതിക്കില്ല. പിന്നീട് ആ ബെയർ അവനെ കൊണ്ടുപോയിട്ട് ഈ കല്ലെറിഞ്ഞ് ഇങ്ങനെ ബെയറിനെ വീഴ്ത്തി കഴിഞ്ഞാൽ ആ പാവ ഫ്രീ ആയിട്ട് കിട്ടണ ഒരു ഗെയിം കളിപ്പിക്കും. അവൻ കുറേ നോക്കുന്നുണ്ടെങ്കിൽ അവന് പറ്റില്ല. അപ്പോൾ ആ ബെയർ തന്നെ കുറേ കല്ലൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ബെയർസിനൊക്കെ വീഴ്ത്തി വലിയൊരു ബെയർ മേടിച്ചെടുക്കുകയാണ്. സമയത്ത് ആ ബെയറിൻ്റെ കയ്യിലുണ്ടായിരിക്കുന്നത് ഒരു സ്ട്രോബെറി കോട്ടൺ ക്യാൻഡി ആയിരിക്കും.
അന്നത്തെ ഒരു ദിവസം അവർ ഫുൾ അവിടെ എൻജോയ് ചെയ്ത് അവിടെ രാത്രി ഫയർ വർക്കൊക്കെ നടക്കാൻ നേരത്ത് അത് കാണാനായിട്ട് തലയിലിരിക്കുന്ന ആ സാധനം എടുത്ത് മാറ്റാൻ പറയാണ് ലൂഷ്യൻ. അപ്പോഴും ആ ബെയർ അവിടെ നിന്ന് അനങ്ങാതിരിക്കുന്ന കണ്ടിട്ട്, നീ ഫോട്ടോ എടുക്കുമ്പോഴുള്ള സ്ഥിരം പോസും സ്ട്രോബെറി കോട്ടൺ ക്യാൻഡിയും പിന്നെ ആ ബെയറിനെ കിട്ടിയപ്പോഴുള്ള നിൻ്റെ അലർച്ചയും എല്ലാം കൊണ്ട് നീ ആരാന്ന് എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞ് ലൂഷ്യൻ ആ ടെഡി ബെയറിൻ്റെ തല പെട്ടെന്ന് അവിടെ നിന്ന് എടുത്ത് മാറ്റുമ്പോൾ നമ്മുടെ ഷാൻവേ ആയിരിക്കും അത്. അവൻ്റെ അമ്മയുമായി ഷാൻവേ കാണുമ്പോൾ അമ്യൂസ്മെൻറ്റ് പാർക്കിലെ അവൻ്റെ ഒറ്റയ്ക്കുള്ള ഫോട്ടോ കാണിച്ച് അവൻ ഒറ്റയ്ക്ക് പാർക്കിൽ പോയതും തിരിച്ചു വന്ന അച്ഛൻ്റെ അമ്മയുടെയും ടൈം ഷെഡ്യൂളൊക്കെ നോക്കിയിട്ട് തനിക്ക് വേണ്ടി ഈ ബുക്കിൽ ഒരു ടൈം പോലും നിങ്ങൾ നീക്കി വെച്ചിട്ടില്ല എന്ന് പരാതി പറഞ്ഞതും പിന്നീട് അവൻ 3 മാസം അവരോട് മിണ്ടാതെ നടന്നതൊക്കെ പറയാണ് അവൻ്റെ അമ്മ. അതോർത്തിട്ട്, നീ അന്നത്തെ ചെറിയ കുട്ടിയായിട്ട് നിനക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോ, ഈ ഡാൻസിങ് പെയർ നിൻ്റെ കൂടെ ഉണ്ടാവും, എന്നെ സന്തോഷിപ്പിക്കുന്നതാണ് ഈ ഡാൻസിങ് പെയറിൻ്റെ ഇന്നത്തെ ജോലി എന്നും പറഞ്ഞ് ആ ബെയറിൻ്റെ തലയെടുത്ത് പിന്നെയും വെച്ച് അവിടെ നിന്ന് ഡാൻസൊക്കെ ചെയ്ത് അവനെ ഓരോ വേഷം കെട്ടൊക്കെ കാണിച്ച് ചിരിപ്പിക്കുകയാണ് ഷാൻവേ. ഇവിടെ ലിയോ അച്ഛനെ കാണാൻ വന്നേക്കാണ്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനൊക്കെ ഓക്കെ ആക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ചെല്ലുന്ന ചുവാൻ അവളുടെ അച്ഛനൊരു ബോക്സറാണെന്ന് കണ്ട് ആകെ കിളി പറന്ന് നിൽക്കുകയാണ്. വലിയ കാര്യത്തിൽ സംസാരിക്കാൻ വന്ന ആൾ ലിയോൻ്റെ അച്ഛൻ മേശമ കൈ കൊണ്ട് അടിക്കുമ്പോഴേക്കും, അയ്യോ ഞാനൊന്നും ചെയ്തില്ല അങ്കിൾ, എന്നെ ഒന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞ് അലറുമ്പോൾ അവനെ പേടിപ്പിക്കേണ്ട, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് അച്ഛനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ലിയോ. അയാൾ പോയി കഴിയുമ്പോഴാണ് അവൻ്റെ ശ്വാസം നേരെ വീഴുന്നത്. പക്ഷേ അപ്പം തന്നെ അവളുടെ അച്ഛൻ അവളെ എന്തെങ്കിലും ഉപദ്രവിച്ചാലോ എന്ന് പേടിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിച്ചെന്ന്, എല്ലാം ഞാൻ കാരണമാണ്, അവളുടെ ഭാഗത്ത് ഒരു തെറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ചെല്ലുമ്പോഴേക്കും അവൻ വിചാരിച്ച പോലെ ഒന്നും അവിടെ സംഭവിച്ചിട്ടുണ്ടാവില്ല. ബില്ലിയാർഡ്സ് കളിച്ച് അവൾ അച്ഛനെ തോൽപ്പിച്ചിട്ടുണ്ടാവും. അവളുടെ അച്ഛനെ അപ്പോൾ അവളെ സെക്കൻഡ് ഡിഗ്രി എടുക്കാനൊക്കെ സമ്മതിക്കും. പക്ഷേ അവൾക്ക് ഇനി പോക്കറ്റ് മണി തരില്ല എന്ന് അവിടെ നിന്ന് പറയുമ്പോൾ അവൾ ആ കണ്ടീഷൻ അംഗീകരിക്കും. എന്നിട്ട് അച്ഛനെ കാണാതെ ആ ജേഡ് പെൻഡൻ്റ് അവിടെ വെച്ചിട്ട് പോരുകയാണ് ലിയോ. ബസ്സിൽ പോരാൻ കാശില്ലാതെ നടന്നു വരുമ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ട് പോസിറ്റീവ് മോഡിൽ നടന്നു വരുന്ന കണ്ടിട്ട് ചുവാൻ ആശ്ചര്യപ്പെടാണ് അവളെ നോക്കി. അവളുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാമെന്നാണ് അവളുടെ ചിന്ത. പിന്നീട് കാണിക്കുന്നത് നാഷണൽ സ്വിമ്മിംഗ് കോമ്പറ്റീഷന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവൻ്റെ പ്രാക്ടീസ് കുറവുകൊണ്ട് തന്നെ ചുവാൻ പിന്നോട്ട് പോകുന്നു എന്ന് അവൻ്റെ കോച്ചിൽ നിന്ന് അറിഞ്ഞ് ഷാൻവേ അവനെ ബേസ്ബോൾ കോർട്ടിൽ കൊണ്ടുപോയി അവിടെ നിന്ന് അവനെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ നോക്കുമ്പോൾ പറ്റില്ല എന്ന് കണ്ട്, നീ ജയിക്കും, ഞാൻ പറഞ്ഞത് നീ വിശ്വസിച്ചില്ലെങ്കിൽ നീ എൻ്റെ കൂടെ വാന്നും പറഞ്ഞ് അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അന്ന് ലൈവായിട്ട് നടക്കുന്ന ഒരു TV സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ കാണിച്ചിട്ട് അവൾ പറഞ്ഞ ആൾ തന്നെ ജയിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യും. ആ ആൾ തന്നെയായിരിക്കും അവിടെ ജയിക്കുന്നത്. ഇത് കണ്ട് ഇവൾ പറഞ്ഞതുപോലെ തന്നെ താൻ ജയിക്കുമെന്ന് അവൻ മനസ്സിൽ വിശ്വസിപ്പിച്ചിട്ട് ആ ഒരു കോൺഫിഡൻസോടുകൂടി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഓവർ മോട്ടിവേറ്റഡായി അവൻ ഓവറായിട്ട് സ്വിമ്മിങ് പ്രാക്ടീസ് ചെയ്യുന്നത് അറിഞ്ഞിട്ട് ലിയോ അവളുടെ അച്ഛൻ്റെ ആളുകളെ കൊണ്ടുവന്നിട്ട് അവൻ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയി അവനെ റിലാക്സ് ചെയ്യിക്കാനായിട്ട് ബോഡി മസാജ് ചെയ്യാമെന്ന് പറയുന്നത് ലിയോ ആയതുകൊണ്ടും കൊണ്ടുവന്നത് അവളുടെ അച്ഛൻ്റെ ആളുകളായതുകൊണ്ടും പേടിച്ച് മാറിയിരിക്കുകയാണ് അവൻ. അപ്പോൾ കുറച്ച് അവിടുത്തെ മസാജൊക്കെ ചെയ്യുന്ന വർക്കേഴ്സ് അവിടേക്ക് വരും. അവരെ കണ്ട് ചിരിക്കണോ കരയണോ എന്നറിയാതെ ഒറ്റ ഇരിപ്പാണ് ചുവൻ. പിന്നീട് മത്സരം നടക്കുമ്പോൾ എല്ലാവരും ഉണ്ട് അവിടെ. എന്തിന്, ലിയോൻ്റെ അച്ഛൻ്റെ ആളുകളെ വരെ കൂട്ടി വന്നേക്കാണ് അവന് വേണ്ടി ചിയർ ചെയ്യാനായിട്ട്. അവനങ്ങനെ ആ സ്വിമ്മിങ്ങിൽ ജയിച്ച് ചാമ്പ്യനൊക്കെ ആകുമ്പോൾ അവൻ ട്രോഫി ആയിട്ട് വന്ന് പാരൻസിനെയൊക്കെ കാണിച്ചു കൊടുത്ത് ഹഗ്ഗൊക്കെ ചെയ്ത ശേഷം തൻ്റെ അടുത്തേക്കായിരിക്കും വരണേന്ന് കരുതിയിട്ട് കൈ നീട്ടിപ്പിടിച്ച് നമ്മുടെ ഷാൻവേ നിൽക്കുമ്പോൾ അവളെ ശശിയാക്കിക്കൊണ്ട് അവൻ നേരെ ചെല്ലുന്നത് നമ്മുടെ ലിയോൻ്റെ അടുത്തേക്കായിരിക്കും. എന്നിട്ട് ആ ട്രോഫിയൊക്കെ അവൾക്ക് കൊടുത്തിട്ട് ഇത് നിനക്കും കൂടി അവകാശപ്പെട്ടതാന്നൊക്കെ പറയുമ്പോൾ ഇവിടെ അവൻ്റെ പാരൻസ് നമുക്കൊരു മരുമകളെ കിട്ടിയെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയും. അങ്ങനെ അവരെല്ലാവരും ഇവരുടെ ഈ ജോഡീനെ ഭയങ്കര സന്തോഷത്തിൽ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അവരൊരുമിച്ച് വീട്ടിൽ ഡിന്നർ കഴിക്കുമ്പോൾ അടുത്ത തവണ ലിയോനെയും വിളിക്കണമെന്നും അവൾക്ക് ഇവിടെ ഒരു സീറ്റ് ഒഴിവുണ്ടെന്നൊക്കെ അവളുടെ അച്ഛൻ പറയും. നമ്മുടെ ചുവാനും അതിന് സെറ്റ് എന്നുള്ള രീതിയിൽ കാണിക്കുകയാണ്. ആ സമയത്ത് അമ്മയ്ക്ക് ഫുഡൊക്കെ എടുത്ത് അച്ഛൻ കൊടുക്കുന്നത് കണ്ടിട്ട് ലൂഷ്യനും അതുപോലെ തന്നെ ഷാൻവേക്ക് ഫുഡൊക്കെ എടുത്ത് കൊടുത്തിട്ട് കഴിക്കുന്ന പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. ആ സമയത്ത് അവളുടെ അമ്മ മെയിൻ ജുഡീഷ്യൽ എക്സാമിന് വരുന്നതിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഷാൻവയുടെ എല്ലാ മൂഡും പോവും. അവളപ്പോൾ എക്സാമിന് ചെല്ലുന്ന സമയത്ത് അച്ഛൻ മരിച്ചു എന്നറിയുന്ന ആ സീനൊക്കെ ഓർക്കാണ്. താൻ ഈ കൊല്ലം പരീക്ഷ എഴുതുന്നില്ല, അടുത്ത കൊല്ലമാണ് എഴുതുന്നതെന്നൊക്കെ പറഞ്ഞ് അവൾ ആകെ ഡള്ളായിരിക്കുമ്പോൾ അമ്മയ്ക്കൊരു വല്ലാത്ത പേടിയൊക്കെ തോന്നുന്നുണ്ട്. സാധാരണ നീ എങ്ങനെയല്ലല്ലോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവൾ ഓരോ പൊട്ട ന്യായങ്ങളൊക്കെ പറഞ്ഞ് അടുത്ത കൊല്ലം എഴുതുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അവളുടെ അച്ഛൻ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാനായിട്ട് അവളെ സപ്പോർട്ട് ചെയ്യും. അന്നേരം
അന്നേരം ഈ സെപ്റ്റംബർ മാസം തൻ്റെ അച്ഛനെ സംബന്ധിച്ച ഒരു ക്രിട്ടിക്കൽ ടൈമാണെന്ന് ചിന്തിച്ചിട്ട് ആകെ വറീഡായിരിക്കുകയാണ് നമ്മുടെ ഷാൻവേ. ഇനി അവളുടെ അച്ഛന് എന്തെങ്കിലും സംഭവിക്കുമോ, അത് അവൾ ഇതൊക്കെ ചിന്തിച്ച് വെറുതെ കൂട്ടുന്നതാണോ എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.